നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാലത്തെ നമ്മൾ ONGCയിൽ ഏകദേശം 9:30 കൂടിയാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. ഡേ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ആക്ച്വലി നമുക്ക് ഈ കാണുന്ന റെഡ് ക്യാൻഡിൽ കാണുന്നുണ്ടല്ലോ, വളരെ ചെറിയ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് എൻട്രി എടുത്തത്. ഞാൻ ഓർഡർ ബുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് പ്രൈസ് 327.5 വെച്ചു. അപ്പോൾ മാർക്കറ്റ് ഓർഡറായിട്ട് അതിന് ശേഷം പോകാനായിട്ട്, അതായത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറായിട്ട് ഓർഡർ ഇട്ടു. അപ്പോൾ 327.15 നമുക്ക് കിട്ടി. ആക്ച്വലി നമ്മൾ ആ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹൈയിലേക്ക്, അതായത് ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് 326.75 മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം, ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അത് മുകളിലേക്ക് കട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അവിടെ പിന്നെ എൻട്രി കിട്ടിയില്ല. സോ ഇത് വന്ന് ഹിറ്റ് ചെയ്തു, മോഡിഫൈ ആകാത്തതുകൊണ്ട് തന്നെ ഇത് വന്ന് ഹിറ്റ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ 0.5% വരുന്ന ഈ ഒരു പ്രൈസിലാണ്, അതായത് 325 രൂപ 50 പൈസയിലാണ് വരുന്നത്. അങ്ങോട്ടേക്ക് പിന്നെ മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയയുടെ താഴത്തേക്കാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ് നിങ്ങൾക്കിവിടെ കാണാം. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മുൻ ദിവസങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെയും ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു, അതിനെ റിവേഴ്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ട്രെൻഡാണ് നിഫ്റ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് നമ്മളുടെ സ്റ്റോക്കും അതേ ലെവലിലേക്ക് വരേണ്ടതാണ്. അത് ഇതുവരെ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. സൈഡ് വൈസ് ആണ് നമ്മുടെ സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിഫ്റ്റി ഇതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ONGCയും അതുപോലെ തന്നെ മുകളിലേക്കൊരു മൂവ് നടത്തിയേക്കാം. നമുക്കറിയാൻ പാടില്ല. കാരണം ഓവറോൾ ട്രെൻഡ് വെച്ചിട്ടും ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ ട്രെൻഡ് വരുന്നത് ഇപ്പോൾ 4 അവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു അപ്വേർഡ് ട്രെൻഡാണ് ONGC കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം നേരം ഇവിടെ നിന്ന് മാക്സിമം ഓർഡറുകളൊക്കെ എടുത്തിട്ട് ഇത് മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതർവൈസ് ഇത് താഴത്തേക്ക് പോയി ഹിറ്റ് ചെയ്യാനും മതി, നമുക്കറിയത്തില്ല. പക്ഷേ താഴത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിൻ്റെ താഴത്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഏരിയ നല്ലൊരു മാക്സിമം ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ആകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇന്നത്തെ നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 1:2 ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാം 1.47% ആണ്. അതായത് 1:3 നമുക്കവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ 60,000 ഓർഡർ, അതായത് സെല്ലിംഗ് സൈഡിൽ 50,000-60,000 ഓർഡർ ഉണ്ട്. ബൈയിങ് സൈഡിൽ 10,000 ആ റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡോമിൽ 326.50 25,000 ക്വാണ്ടിറ്റി ഓർഡർ കിടപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 26.50 മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ക്യാൻഡലിൻ്റെ ഹൈ വരുന്നത് 26.60 ആണ്. അപ്പോൾ 26.50 എത്തിക്കഴിഞ്ഞാൽ ആ അത്ര ഓർഡർ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു മൂവ് മുകളിലേക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. നമുക്കത് ഇപ്പോൾ കാണാൻ പറ്റും. അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അത് കാണാം. ഈ ക്യാൻഡലിൻ്റെ ഹൈ 45 വരെ എത്തിയിട്ടുണ്ട്, അതായത് 326 45 വരെ എത്തിയിട്ടുണ്ട്. $326.50 ഓർഡറിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൂടി വരുന്നുണ്ട്. സോ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളത് അങ്ങോട്ടേക്ക് മാർക്കറ്റ് അട്രാക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് നമുക്കിപ്പോൾ നോക്കി കാണാം. സമയം എടുക്കുമായിരിക്കാം, കുഴപ്പമില്ല. നമുക്കത് ക്ലിയർ ആയതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ വന്നിരുന്നു. ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാവും. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ വോളിയം അത് കഴിഞ്ഞ ക്യാൻഡിലുകളെ അപേക്ഷിച്ച് കൂടുതലുണ്ട്.
അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ട്രാപ്പിംഗ് ക്യാൻഡിലായിട്ട് ഇവിടെ ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, നമുക്കറിയത്തില്ല. അത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു മൂവ് നമുക്ക് മുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാൻഡിലിൽ നല്ലപോലെ വോളിയം വരുന്നുണ്ട്. ഇനി ഡോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡിൽ കൂടുതലും, ബൈയിങ് സൈഡിൽ പക്ഷേ അതുപോലെ തന്നെ ഇടയ്ക്ക് കൂടുതൽ കാണിക്കുന്നുണ്ട്. 30,000 60,000 ഒക്കെ തൊട്ട് മുന്നേ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ 36,000 9,000 ആ ഒരു റേഞ്ചിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് മാർക്കറ്റ് എങ്ങോട്ടും മൂവ് ചെയ്യാം. നമ്മുടെ ഡയറക്ഷനിലേക്കാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 26.15 326.15 ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാപ്പ് അയക്കുന്ന ഈ ഒരു ക്യാൻഡിലാണ്. ഇതിൻ്റെ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്താൽ ഡേ ഹൈയും ആണ്, നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നേക്കാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ടൈം വെച്ചപ്പോൾ ഈ 0.5% മുകളിൽ താഴത്തേക്ക് ഇറക്കി വെച്ചതെന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ വരെയാണ് ഇപ്പോൾ വന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തു. ഇതെടുത്തിട്ട് ഇനി ഇവിടെ വന്ന് ക്ലിയർ ചെയ്യുമ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് സുഖകരമായി മൂവ് ചെയ്യാൻ പറ്റും. അതാണ് അടിസ്ഥാനപരമായി മാർക്കറ്റ് അവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ പറഞ്ഞ ഈ ഒരു ക്യാൻഡിലിൽ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കൊരു പുഷ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് പോയത് അതുപോലെ തന്നെ ബൈയിങ് പ്രഷർ വന്ന് നല്ല രീതിയിൽ ബൈയിങ് നടന്നു, നല്ല വോളിയം വന്നു. മോർണിംഗ് ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഏറ്റവും വലിയ വോളിയം വന്നത് ആ ഒരു ക്യാൻഡിലാണ്. നല്ല ബൈയിങ് അവിടെ നടന്നിട്ടുണ്ട്. സോ ഇനി ഈ ഒരു റെഡ് പ്ലസ് ഈ ഒരു റെഡ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷൻ ലൈനായിരുന്നു. ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ വോളിയം കുറച്ച് ഹൈ വോളിയം ഇവിടുന്ന് കിട്ടി മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ അത് ഓക്കെ ആവും. ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ 53,000-ൻ്റെ സെല്ലിംഗ് സൈഡ് വോളിയവും 15,000-ൻ്റെ ബൈയിങ് സൈഡ് വോളിയാണ്. സോ സെല്ലിംഗ് സൈഡ് ഇത്രയും കൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത പോയിന്റിലേക്ക് മാർക്കറ്റ് ഏകദേശം തിരികെ വരുന്നു. വോളിയം കഴിഞ്ഞ ക്യാൻഡിലുകളെ അപേക്ഷിച്ച് കൂടിയ വോളിയത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് കിട്ടണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ആക്ച്വലി ഇന്ന് കുറച്ച് വലുതായി പോയോ എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തോന്നും. എന്നിരുന്നാലും നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിന് ശേഷം അത് 1:2 വല്ലതും കുറച്ച് വെക്കണമെങ്കിൽ കുറച്ച് വെക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മണിക്കൂർ ആകുന്നു. ഇപ്പോൾ നമ്മളുടെ ക്രൂഷ്യൽ ഏരിയയിൽ മാർക്കറ്റ് വന്ന് നിൽക്കുവാണ്. ഡേ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കൊരു മൂവ് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 45-ലും 50-ലും 20,000-ന് മേലെ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മളത് കണ്ടിരുന്നു. അപ്പോൾ ബൈയിങ് സൈഡിൽ വളരെ കുറച്ച് ഓർഡർ കാണിക്കുന്നു. സെല്ലിംഗ് സൈഡിൽ മുകളിലേക്ക് പോകുന്തോറും ഒത്തിരി കൂടിയ ഓർഡേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി ആ ഒരു ഏരിയ ഒന്ന് കട്ട് ചെയ്ത് മൂവ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ് കിട്ടും. ഒപ്പം തന്നെ ലാസ്റ്റ് 2 ക്യാൻഡിലുകൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽസ് ആണ്. പക്ഷേ വോളിയം വളരെ ലോ ആണ്. ദാറ്റ് മീൻസ് സെല്ലിംഗ് സൈഡിലേക്ക് താഴത്തേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ ആളില്ല എന്ന് അതിൽ നിന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ക്യാൻഡിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക്, ഒപ്പം തന്നെ ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കിടക്കുന്നത് വളരെ വൈഡായിട്ടാണ്. അതിന് നമുക്ക് 0.5%-ലേക്ക് ചുരുക്കി കൊണ്ടുവരാം. പിന്നീട് തിരിച്ചു വന്നത് ഹിറ്റ് ചെയ്യുന്നെങ്കിൽ ഹിറ്റ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടണം. അത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് കഴിഞ്ഞ തവണ വന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പുഷ് ചെയ്ത് മുകളിലേക്ക് വീണ്ടും അതേ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റേഞ്ചാണ്. ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ട് താഴത്തേക്ക് വരാതെ മുകളിലേക്ക് തന്നെ പുഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഇന്നലെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. നമുക്കത് മന്ത്ലി ചാർട്ട് എടുക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, ഇന്നലെ ഓൾ ടൈം ഹൈ ഇവിടെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഇന്ന് ഈ ഏരിയ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ
നല്ലൊരു മൂവ് ഒരു പക്ഷേ വന്നേക്കാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് പതിയെ നോക്കാം. ഓക്കെ, മാർക്കറ്റ് ആ ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പ്രൈസ് എപ്പോഴും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് മാർക്കറ്റ് ഓർഡറുകൾ വരുമ്പോഴാണ്. നമ്മളിന്ന് എൻട്രി എടുത്തത് ലിമിറ്റായിട്ടാണ്, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ആയിട്ടാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്നതൊക്കെ ലിമിറ്റ് ഓർഡേഴ്സാണ്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ വന്ന് ഈ ലിമിറ്റ് ഓർഡറിൽ ഹിറ്റ് ചെയ്യണം. അത് ക്ലിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഹൈ 27.40 വന്നേക്കുന്നത്. 45 ക്ലിയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് മൂവ് ചെയ്തോളൂന്ന് തോന്നുന്നു. വോളിയം അങ്ങനെ അങ്ങ് വരുന്നില്ല. ഏകദേശം മൂവ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. വോളിയം വന്നു തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. $327.50 ആ ഫുൾ ഓർഡർ അവിടെ ക്ലിയർ ആകണം. അവിടെ വീണ്ടും ഓർഡർ കൂടി വരുന്നുണ്ട്. സോ എന്തായാലും അത് ക്ലിയർ ആകും, ക്ലിയർ ആകാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ആ വോളിയം വന്നേക്കുന്നത് കണ്ടോ? കഴിഞ്ഞ ക്യാൻഡിലിൽ 200K എബോവ് വോളിയം വന്നു. അതുപോലെ ഈ ക്യാൻഡിലിപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിനകത്ത് ഓൾറെഡി 300-നടുത്തേക്ക് വോളിയം എത്തുവാണ്. സോ ദാറ്റ് മാർക്കറ്റ് നന്നായിട്ടൊരു പക്ഷേ മേളിലേക്ക് പോയേക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇൻഡെക്സും കൂടെ ഒന്ന് നോക്കാം. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അതാ റോക്കറ്റ് പോകുന്ന പോലെ. അതായത് ഓൾ ടൈം ഹൈ, ഇന്നലത്തെ ഹൈ ആയിരുന്നു, അതിനെ കട്ട് ചെയ്തു. കഴിഞ്ഞ ക്യാൻഡിൽ അത് കട്ട് ചെയ്തു, നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റിൽ പോയിച്ചു. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഇന്നലത്തെ റേഞ്ച് വെച്ച് മാക്സിമം എത്ര പോകാം എന്നുള്ളത് നമുക്ക് നിഫ്റ്റിയിലൊന്ന് എടുത്തു നോക്കാം.
ഇത് നിഫ്റ്റിയുടെ ആണ്. ഓക്കെ, അത്ര തന്നെ നമുക്ക് മുകളിലേക്ക് ഇതിനെ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതൊരു ലെവലായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മധ്യഭാഗം അതും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ലൈൻ അത്ര പ്രസക്തി ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോക്ക് ഇതാ നല്ല വോളിയം അവിടെ വരുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ സെല്ലിംഗ് പ്രഷർ അവിടെ കാണിക്കുന്നുമുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മേ ബി ഇവിടെ ഒരു ട്രാപ്പിംഗ് ക്യാൻഡിലായി മാറാം. ഇത് റെഡായിട്ട് അവസാനിച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തായിരിക്കാം മുകളിലേക്ക് പോകുന്നത്. എന്തുതന്നെയായാലും മുകളിലേക്ക് പോകും എന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ചും ഇതിൻ്റെ ATR നമുക്കറിയാം 3% ആണ്. ഇന്ന് ഓൾറെഡി മൂവ് ചെയ്തേക്കുന്നത് ലോ ടു ഹൈ. ഇവിടെ നമുക്ക് കാണാം 0.86% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. സോ 3% വരെ ഇതിന് മുകളിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എവിടം വരെ പോവാം എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. 3% നമ്മൾ വെച്ചേക്കുന്ന ടാർഗറ്റ് ജസ്റ്റ് 2% ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടം വരെ സിമ്പിളായിട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. 3% എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ വരെ മാർക്കറ്റിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കിടപ്പുണ്ട് എന്നതാണ്. സോ യാതൊരു കുഴപ്പമില്ല. മാർക്കറ്റിന് ടൈമുണ്ട്, 3 മണിക്കൂറോളം സമയവും ഉണ്ട്. എന്തായാലും നമ്മളുടെ ടാർഗറ്റ് ഇതാ ഇപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു മൂവ് അവിടെ കാണിക്കുന്നുണ്ട്. 28-നെയും ക്ലിയർ ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല വോളിയം വരുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും കൂടിയ വോളിയം ആണ് ഈ ക്യാൻഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡെക്സും ഓൾ ടൈം ഹൈ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഒരു റീടെസ്റ്റ് ഉണ്ടായേക്കാം. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ തിരിച്ച് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും അത് നോക്കാം. അറ്റ് ദ സെയിം ടൈം അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് കാണാൻ പറ്റിയേക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമയം ഇപ്പോൾ 1:30 ആകുന്നു. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ വരച്ചിരുന്നു ഇവിടെ. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് ലോ ടു ഹൈ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് 1% മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ 1:1 റേഞ്ചാണ്. ഇത് നമ്മുടെ 1:2 ആണ്. ഇത് നമ്മുടെ ഏകദേശം 1:3 ആണ്. അപ്പോൾ ഈ 1:1 മുകളിൽ ഇത് ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കയറ്റിക്കൊണ്ട് പോകാം. ഓൾറെഡി നമ്മൾക്കിപ്പോൾ 0.5%ലേക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യാം. 25.50 നമ്മളത് ട്രയൽ ചെയ്യുവാണ്. ഇനി ഈ ഹൈ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസ്, ബ്രേക്ക് ഇവനിലേക്ക് നമുക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. നോക്കിയിട്ട് ആ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും കുറച്ച് നേരം കൂടെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇൻഡെക്സിൽ നടന്നേക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതിവിടെ കട്ട് ചെയ്തു, അതിനുശേഷം പുൾ ബാക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ലെവലൊന്ന് റീടെസ്റ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്യുവാണ്. മാർക്കറ്റിന് ഇനി ക്ലോസിങ്ങിന് വേണ്ടി ഉള്ള സമയം 2 മണിക്കൂറുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആ റേഞ്ചിൻ്റെ മധ്യഭാഗമാണ് ഈ അടയാളപ്പെടുത്തിയേക്കുന്നത്. ആ റേഞ്ചിൻ്റെ എൻഡാണിത്. അപ്പോൾ ഇവിടെ വരെ വേണമെങ്കിലും ഇന്ന് മാർക്കറ്റിന് പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, പോകാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ മാർക്കറ്റ് പോയാൽ നമ്മുടെ 1:2 മിനിമം എന്തായാലും അവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയെല്ലാം
കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്കും മാർക്കറ്റിന് മൂവൊക്കെ ചെയ്യാം. എപ്പോൾ വേണേലും മാർക്കറ്റിന് എത്രമാത്രം വേണേലും മൂവ് ചെയ്യാം വോളിയം വരുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കണ്ട. നമുക്ക് എനിവേ 1:3 ഇല്ലെങ്കിൽ 2 അതുമല്ലെങ്കിൽ 1:1 കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്ന് രാവിലെ വെച്ച ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിലവിലിപ്പോൾ അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഒരു ട്രാപ്പിംഗ് ക്യാൻഡിലാണ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം നല്ല വോളിയം വന്നിട്ടുണ്ട്. അത് സെല്ലിംഗ് ക്യാൻഡിലായിട്ട് റെഡ് ക്യാൻഡിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം പേര് അവിടെ ഒരുപക്ഷെ ട്രാപ്പ് ചെയ്യപ്പെട്ടേക്കാം. അതിനുശേഷം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ് നമുക്ക് മുകളിലേക്ക് പ്രതീക്ഷിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ നിഫ്റ്റി 50 എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻഡെക്സും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു റീടെസ്റ്റ് ഇവിടെ വരണം. റീടെസ്റ്റ് വന്നു. അതിനുശേഷം വലിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇനി അങ്ങോട്ട് ഈ ഒരു ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത് ഇവിടെ പോയിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സ് ആവുകയോ മുകളിലോ അറൗണ്ട് ഇവിടെ എവിടെയെങ്കിലോ ക്ലോസിങ് തന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോക്കും അതിനോടൊപ്പം തന്നെ മുകളിലേക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് 1:2 കിട്ടുന്നുണ്ടാവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം ഇനിയുണ്ട്. 1.5 മണിക്കൂറോളം സമയം അവശേഷിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ എത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും മാർക്കറ്റിൽ അടുത്ത മൊമെൻറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്താ, ഇവിടെ ബ്രേക്ക് ചെയ്യണം, മുകളിലേക്ക് പോകണം, അതർവൈസ് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കിട്ടണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ കണക്കുകൂട്ടൽ. ഇതിൻ്റെ വോളിയം നോക്കൂ. ഇന്നത്തെ ഏറ്റവും മികച്ച വോളിയത്തിൽ വലിയൊരു ക്യാൻഡിൽ താഴത്തേക്ക് ബിൽഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 0.5%. ഇത് വന്ന് ഇപ്പോൾ ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയായി. കാരണം വോളിയം വളരെ നല്ല രീതിയിൽ വന്നു. ഒപ്പം തന്നെ അടുത്ത ക്യാൻഡിലിനെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഈ ലൈൻ ഒരു സപ്പോർട്ട് ലൈനാണ്. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയാലും ഓക്കെ. പക്ഷേ സെല്ലിംഗ് സൈഡ് പോകുമ്പോൾ, അതായത് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ പാനിക്കായിട്ട് വലിയ സെല്ലിങ് നടക്കുന്ന കാണാറുണ്ട്. ഇത് പക്ഷേ അതുപോലെ തന്നെ തിരിച്ചും കയറുന്നുണ്ട്, വിത്ത് വോളിയവും വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ബ്രേക്ക് ചെയ്താൽ ഇന്നത്തെ റേഞ്ച് എത്രയാണോ 1% ആണ്. അതായത് ഇവിടെ നിന്ന് ഇനി ഒരു 1% കൂടെ മുകളിലേക്ക് പോകാം. നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 1% കൂടെ മുകളിലേക്ക്, അതായത് നമ്മൾ ഇട്ടേക്കുന്ന ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ചെയ്യാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓവറോൾ മാർക്കറ്റ് നിഫ്റ്റി ഇൻഡെക്സ് എന്താണ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. ഇൻഡെക്സ് നോക്കൂ. ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പതുക്കെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, നല്ലൊരു ബ്രേക്ക് മുകളിലേക്ക് തന്നു, ഓൾ ടൈം ഹൈ നിഫ്റ്റി ഇന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകണം. അതിനുശേഷം പക്ഷേ മുകളിലേക്ക് പോയില്ല, മറിച്ച് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സപ്പോർട്ടും ബ്രേക്കായി, ഈ സപ്പോർട്ടും നിലവിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ വന്നിട്ടുണ്ട്. അതായത് ഇന്ന് ഡേ ലോ എവിടെ മേളിലേക്ക് എടുത്തവരുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസും മിനിമം ഇവിടെ ആയിരിക്കാം ഉണ്ടായിരുന്നത്, അത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വോളിയം ക്യാൻഡിൽ ഇവിടെ വന്നേക്കുന്നത്. 10 മില്യൺ വോളിയംസ് അവിടെ ഉണ്ട്. ഓപ്പണിംഗ് ക്യാൻഡിലും സെയിം 10 മില്യൺ ആണ്. സോ ഇവിടെ പോയിട്ട് കിട്ടാവുന്ന കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ സ്റ്റോക്ക് പോയതുപോലെ തിരിച്ചു വന്നതായിട്ടാണ് കാണുന്നത്. സോ നമുക്ക് സമയമുണ്ട്, 1.25 മണിക്കൂറും കൂടെ ഉണ്ട്. നമ്മളെന്തായാലും 3 മണിയോടുകൂടെ നമ്മുടെ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ ട്രിഗർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എത്രയാണോ പ്രൈസ് കാണുന്നത് ആ പ്രൈസിൽ നമ്മൾ 3 മണിക്ക് എക്സിറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇന്ന് പ്രോഫിറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. ആക്ച്വലി ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം നമ്മുടെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, അതിനകത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മാർക്കറ്റിൻ്റെ കൂടെ ഉള്ളതാണ്. അത് ഏത് സമയത്തും എന്തും ചെയ്യാം. ഇനി ഈ ഒരു ടൈമിൽ പുതിയ ന്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചെറിയൊരു ന്യൂസ് മതി മാർക്കറ്റ് ക്രാഷ് ആവാൻ. ഇപ്പോൾ പുതിയൊരു യുദ്ധം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ന്യൂസ് കേൾക്കാതിരിക്കുന്ന ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ അത് അപ്പോൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ന്യൂസൊന്നും ഇപ്പോൾ നോക്കാൻ പോകുന്നില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. എന്ത് സംഭവിച്ചാലും നമ്മൾ ടാർഗറ്റ് വിട്ടിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് വിട്ടിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കണക്കൂട്ടിയതിനപ്പുറം ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് മാർക്കറ്റ് എന്തൊക്കെ കാണിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല.
മാർക്കറ്റ് ഇപ്പോൾ പാനിക്കായിട്ട് താഴത്തേക്ക് വീഴുന്നതായിട്ട് കാണിക്കും, അതേപോലെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറുന്നതായിട്ട് കാണിക്കും. അതിൻ്റെ പുറകിനൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്ത് പോയാൽ മതി. മാർക്കറ്റ് കാണിക്കുന്നതിനൊപ്പം പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് എവിടെയും ഒരെത്തും പിടിയും കിട്ടില്ല, നമ്മൾ കിടന്ന് വട്ടം കറങ്ങുന്ന അവസ്ഥയായിരിക്കും. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്, നോക്കാം. താഴത്തേക്ക് ഫോൾ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെയാണ് സപ്പോർട്ട് കിട്ടിയത്. വീണ്ടും ഒരു റീടെസ്റ്റ് അവിടെ വരുവാണ്. അവിടെ തന്നെ നമുക്ക് വീണ്ടും സപ്പോർട്ട് കിട്ടണം. അവിടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് തട്ടിപ്പോവും. അപ്പോൾ എന്തായാലും ഇവിടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് മുകളിലേക്കൊരു മൂവ് ഒരു പക്ഷേ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അവിടെ വീണ്ടും ഒരു ഫോള് സംഭവിക്കുമോ? കാരണം കഴിഞ്ഞ ആ ക്യാൻഡലിൻ്റെ ലോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് എടുത്ത് തിരിച്ചു പോന്നാൽ നല്ലത്. മേ ബി സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂ ആയിരിക്കാം. അതല്ല എങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ എടുക്കാം. വോളിയം നന്നായിട്ട് വരുന്നുണ്ട് അവിടെ. കഴിഞ്ഞ ക്യാൻഡലിനെ അപേക്ഷിച്ച് വോളിയം വളരെ കൂടുതലാണ്. ഒരു മിനിറ്റിനടുത്ത് സമയവും ഉണ്ട്. $25.50 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ്. അത് ക്ലിയറായി. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ഇട്ടേക്കുന്ന ടാർഗറ്റ് അത് നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. അതും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ആദ്യം വെച്ച ലെവല് അത് തന്നെ ഇന്നൊരു പക്ഷേ നിലനിൽക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടെ ഉണ്ട്. വേണമെങ്കിൽ അതും തട്ടി താഴെ പോകാം മാർക്കറ്റിന്. അപ്പോൾ ഓൾ ഓവർ ദ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇൻഡെക്സും താഴത്തേക്ക് തന്നെ ആണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ നമ്മുടെ ട്രേഡ് നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. കാരണം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഇവിടെ ലോ ടു ഹൈ പോയേക്കുന്നത് ജസ്റ്റ് 1% ഉള്ളൂ. നമുക്കിപ്പോൾ 1:2 അത് വിത്ത് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കിട്ടണമെങ്കിൽ മാർക്കറ്റ് മിനിമം 2% പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ മാർക്കറ്റ് പോയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഒരു ടാർഗറ്റ് അതിനകത്ത് കിട്ടാനുള്ള യാതൊന്നും ഇന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ഗുണമുള്ളത് ഇതാണ്, ഇത്രയും മാർക്കറ്റ് അനങ്ങാതെ നിന്നതുകൊണ്ട് തന്നെ, കാരണം ഇതിനെ ഒരു മൂവ്മെൻ്റായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക വേണ്ട, 1% ജസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ വലിയൊരു മൂവ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളത്തേക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.